ഹായ് ഫ്രണ്ട്സ്, മഴ തോരും മുൻപേ എന്ന പുതിയ സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ അലീന പറയുന്നുണ്ട് അവളുടെ അനിയത്തിയുടെ അടുത്ത്, എനിക്ക് കിട്ടിയതൊരു നല്ലൊരു അമ്മയായിരുന്നു എങ്കിൽ ആ അമ്മ എന്നെ എന്തെങ്കിലും അനാഥാലയത്തിൽ കൊടുന്നു വിടുന്നു നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ അലീന അവളുടെ അനിയത്തിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനിയത്തി പറയുന്നുണ്ട്, ആ ശരിയാണല്ലോ ചേച്ചി, ആലോചിച്ചിട്ടൊരു സമാധാനം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, നീ അതൊന്നും ആലോചിക്കണ്ട, നമുക്ക് കിടക്കാം എന്ന് പറഞ്ഞ് അലീന കിടക്കുന്നുണ്ട്. അപ്പോൾ കിടക്കുന്ന സമയത്ത് അവളുടെ അനിയത്തി പിന്നീട് ചോദിക്കുന്നുണ്ട്, ചേച്ചി ജീവിച്ചിരിപ്പുള്ള കാര്യം അവരെന്തെങ്കിലും അറിഞ്ഞാലോ, സത്യം അവരെന്തെങ്കിലും അറിഞ്ഞാൽ ചേച്ചി എന്താ ചെയ്യുക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അവർ സത്യം ഒരിക്കലും അറിയാൻ പോകുന്നില്ല മോളെ, കാരണം അവരുടെ മുന്നിലൊക്കെ ഞാൻ മരിച്ചു കഴിഞ്ഞതാണ്, അതുകൊണ്ട് അവരൊരിക്കലും സത്യം അറിയില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മേനോനെ നോക്കാൻ വേണ്ടി ഡോക്ടർ വരുന്നതാണ്. എന്നിട്ട് ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട് മേനോൻ്റെ അടുത്ത്, ഇടയ്ക്ക് തിരുവനന്തപുരം വരെ പോയിരുന്നു അല്ലേ, അത് വേണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം മേനോനാണെങ്കിലോ മനുവിനെ ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് മേനോനോട് ഡോക്ടർ പറയുന്നുണ്ട്, നമുക്ക് ആശുപത്രിയിലോട്ട് പോയാലോ, അവിടെയും ഓക്സിജൻ ഉണ്ടാവും, നമുക്ക് ICUവിൽ കിടക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മേനോൻ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, ആശുപത്രിയിലോട്ടൊന്നും കൊണ്ടുപോകേണ്ട, എന്നെ എവിടെ പോയാലും ഞാൻ മരിക്കും, അതുകൊണ്ട് എനിക്ക് എൻ്റെ വീട്ടിലിരുന്നാൽ മതി എന്നൊക്കെ മേനോൻ പറയുന്നുണ്ട് ഡോക്ടറോട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, കുറച്ച് ദിവസം കൂടി നീട്ടി കിട്ടുമല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനെയാകുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകാമെന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. അപ്പം മേനോൻ പറയുന്നുണ്ട്, അത് വേണ്ട, ഞാനില്ല, ഒരു വട്ടം ഞാനവിടെ വന്ന് അനുഭവിച്ചതാണ്, അതുകൊണ്ട് ഞാനില്ല, ഇനി എൻ്റെ വീട്ടിൽ എൻ്റെ തറവാട്ടിൽ കിടന്ന് മരിക്കാനാണ് എനിക്കിഷ്ടം, അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളെയും പേരക്കുട്ടികളെയും ഒക്കെ എനിക്ക് കണ്ട് മരിക്കാമല്ലോ, എനിക്കത് മതിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ മനുവിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനായിരുന്നു മനു ഒരു തിരുവനന്തപുരം യാത്ര, അത് ആവശ്യമുണ്ടായിരുന്നോ ഈ സമയത്ത്, മുത്തശ്ശന് വയ്യാന്നുള്ളത് തനിക്ക് അറിയുന്ന കാര്യമല്ലേ എന്നൊക്കെ ഡോക്ടർ മനുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, മുത്തശ്ശൻ്റെ ആഗ്രഹമല്ലേ ഡോക്ടറെ, അതുകൊണ്ട് കൊണ്ടുപോയതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനുവിൻ്റെ അമ്മ പറയുന്നുണ്ട്, ആഗ്രഹം പറഞ്ഞാൽ കൊണ്ടുപോകാൻ ഒരുത്തനുണ്ടല്ലോ, ചന്ദ്രനിൽ പോകണമെന്ന് പറഞ്ഞാൽ നീ ചന്ദ്രനിൽ കൊണ്ടുപോടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ, ശല്യങ്ങളൊന്ന് പോയി തന്നെ, എനിക്കൊന്ന് മനസ്സമാധാനത്തോടെ കിടക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും പോയിക്കോളൂ, ഇവിടെ ഒരാൾ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും പോയിക്കോളൂ, ഞാൻ നിന്നോളാം ഇവിടെ എന്ന് പറയുന്നുണ്ട്. എല്ലാവരും പോയതിന് ശേഷം മുത്തശ്ശൻ മനുവിനോട് പറയുന്നുണ്ട്, അവർ പറയുന്നത് കേട്ട് നീ വിഷമിക്കൊന്നും വേണ്ട മോനെ, നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മൾ പോയത്, അതുകൊണ്ട് നീ വിഷമിക്കാനൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നുണ്ട്, അലീന മമ്മിക്ക് ചായ കൊടുക്കുന്നുണ്ട്. അപ്പം മമ്മി പറയുന്നുണ്ട്, നീ ചായ കുടിച്ചോ മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ കുടിച്ചോളാം മമ്മി എന്ന് പറയുന്നുണ്ട്. പിന്നീട് മമ്മി അലീനയോട് പറയുന്നുണ്ട്, നീ ഇന്ന് കൊല്ലം വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട് മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്തിനാ മമ്മി എന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു ത്യാഗഭവനം എന്നൊരു അനാഥാലയം ഉണ്ട്, അവിടേക്കൊന്ന് പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അത് കുട്ടികളുടെ അല്ലേ മമ്മി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മമ്മി പറയുന്നുണ്ട്, അതേന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് എന്തിനാ മമ്മി ഞാൻ പോകണ്ടേ, നമ്മുടെ ചിന്നുമോളെയും കൊണ്ട് അങ്ങോട്ടേക്ക് നീ പോകണം മോളെ, നമ്മുടെ ചിന്നുമോളെ അവിടെ ആക്കിയിട്ട് വരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, മമ്മി നമ്മുടെ ചിന്നുമോളെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുകയാണോ ഒഴിവാക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മമ്മി പറയുന്നുണ്ട്, ഒഴിവാക്കുകയൊന്നും അല്ലല്ലോ മോളെ, നമ്മളവിടെ കൊണ്ടുപോയിട്ട് കൈമാറുകയല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇന്ന് തന്നെ വേണോ മമ്മി, നാളെ പോയാൽ പോരെ, മമ്മി എന്താ ഇന്നലെ പറയാഞ്ഞേ, ഞാൻ അവളെ കൊതി തീരൊന്ന് കൊഞ്ചിച്ചിട്ട് പോലും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മമ്മി പറയുന്നുണ്ട്, അത് വേണമെന്ന് വെച്ചിട്ടാണ് പറയാഞ്ഞത്, പറഞ്ഞു കഴിഞ്ഞാൽ നീ അവളെ ഒരുപാട് കൊഞ്ചിക്കും, അപ്പോൾ അവിടെ കൊണ്ടുപോയാക്കുന്ന സമയത്ത് അവൾക്ക് നമ്മളെ മിസ്സ് ചെയ്യില്ലേ, അത് ഒരുപാട് വിഷമത്തിലേക്ക് അവസാനിക്കുകയല്ലേ ചെയ്യുക, അതുകൊണ്ട് തന്നെയാണ് പറയാഞ്ഞേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്നാലും മമ്മി നാളെ പോയാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മമ്മി പറയുന്നുണ്ട്, പറ്റില്ല, ഇന്ന് തന്നെ പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്നാലും മമ്മി നമ്മൾ പൊന്നുപോലെ നോക്കിയ ചിന്നുമോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മമ്മി പറയുന്നുണ്ട്, അത് നല്ല അനാഥാലയമാണ് മോളെ, കോൺവെൻറ്റ് നടത്തുന്ന അനാഥാലയമാണ്, ഇവിടത്തേക്കാൾ സുഖമായിരിക്കും അവൾക്ക് അവിടെ, നല്ല ഭക്ഷണം, നല്ല സ്കൂളിൽ പഠിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്കാണെങ്കിലോ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, നിങ്ങൾ അവളുടെ മുന്നിൽ സങ്കടം കാണിക്കരുത്, അവൾക്ക് വിഷമാവുമെന്ന് പറയുന്നുണ്ട്, സന്തോഷത്തോടെ വേണം അവളെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് മമ്മി അവളെ പറഞ്ഞയക്കേണ്ടേ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ മമ്മി പറയുന്നുണ്ട്, അധികം വൈകിക്കേണ്ട, ഇപ്പം തന്നെ പറഞ്ഞയക്കാൻ നോക്കിക്കോളൂ, നിങ്ങൾ കുളിപ്പിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീനയും രേവതിയും പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്, എന്നിട്ട് കുളിപ്പിക്കുന്നുണ്ട്. ഈ ഡ്രസ്സ് മാറ്റും കുളിപ്പിക്കുമ്പോഴൊക്കെ അലീനയ്ക്കും രേവതിക്കും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ രേവതിയോട് അലീന പറയുന്നുണ്ട്,
മോളെ കരയരുത്, അവളെ ഒരിക്കലും അറിയരുത്, അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുക എന്നുള്ള കാര്യം അവൾ അറിയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും മമ്മി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മമ്മി വന്നിട്ട് പറയുന്നുണ്ട്, ചിന്നുമോൾ ഒരിടത്ത് നല്ല സന്തോഷത്തോടെ ജീവിക്കുക, എൻ്റെ മോൾ നന്നായി വരും, മമ്മി അതൊക്കെ ഇവിടെ ഇരുന്ന് കാണും എന്നൊക്കെ പറഞ്ഞ് അവളെ കരയുന്നുണ്ട്, അവളെ കെട്ടിപ്പിടിച്ചിട്ട്. പിന്നീട് അലീനയും രേവതിയും കൂടെ ചിന്നുമോളെ വേറൊരു അനാഥാലയത്തിലോട്ട് മാറ്റുന്നുണ്ട്. എന്നിട്ട് അവിടെ ചെന്ന് സിസ്റ്ററിനോട് പറയുന്നുണ്ട്, സിസ്റ്ററെ അവളോടൊന്നും പറഞ്ഞിട്ടില്ല, അവൾ ഇപ്പോഴൊന്നും അറിയരുത്, അവൾ കുറച്ച് കഴിഞ്ഞ് അറിഞ്ഞാൽ മതി, അവളെ വേദനിപ്പിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചിന്നുമോളെ ഞങ്ങൾ പൊന്നുപോലെ വളർത്തിയതാണ്, ഞങ്ങളുടെ പൊന്നോമനയായിരുന്നു ഇത്രയും കാലം അവിടുത്തെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട്, അതിനെന്താ, ഇനി അവൾ ഇവിടെ പൊന്നോമനയായി വളർന്നോളൂ, നിങ്ങൾ വിഷമിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്കും രേവതിക്കും ആണെങ്കിൽ അതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, നമുക്ക് വേറൊരു സിസ്റ്ററെ കാണാം, എന്നിട്ട് അഡ്മിഷനൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് അലീനയോട് രേവതിയോട് അവിടെ പേരെഴുതി ഒപ്പിടാനൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് തെളിവ്, എല്ലാത്തിനും ഒരു തെളിവ് വേണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അലീന സിസ്റ്ററുടെ കയ്യിൽ പൈസ കൊടുക്കുന്നുണ്ട്. ഇത് മമ്മി തരാൻ പറഞ്ഞതാണ്, ചിന്നുമോൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് അതൊന്നും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും വെച്ചോളൂ എന്ന് പറഞ്ഞ് അലീന കൊടുക്കുന്നുണ്ട്. പിന്നീട് അലീന സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് സിസ്റ്റർ പറയുന്നുണ്ട്, ചിന്നുമോളുടെ പിറന്നാളല്ലേ എല്ലാവർക്കും കൊടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ചിന്നുമോളെ കൊണ്ട് കൊടുപ്പിക്കുന്നുണ്ട്. അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലെയുള്ള പുതിയ മഴ തോരും മുൻപ് വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.